രാഹുൽ ഗാന്ധി നയിച്ച ബീഹാർ മോഡൽ യാത്ര കേരളത്തിലും നടത്താൻ പദ്ധതിയിട്ടിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. രാഹുൽ ഗാന്ധി തന്നെയാകും കേരളത്തിലും ഈ യാത്ര നയിക്കുക. ലക്ഷ്യം മറ്റൊന്നുമല്ല, ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. വരുന്ന തിരഞ്ഞെടുപ്പ് പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങുകയാണ് കോൺഗ്രസ് എന്ന് സാരം. 14 ജില്ലയിലൂടെയും കടന്നു പോകുന്നത് തന്നെയാകും യാത്ര. യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടാകും. കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗിക ചർച്ചകളൊന്നും നടത്തിയിട്ടില്ലെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും പാർട്ടിയുടെ ദേശീയ നേതാക്കളും യാത്രയിൽ പങ്കെടുക്കുന്നതായിരിക്കും. 2026 ജനുവരിയിലോ ഫെബ്രുവരിയിലോ നടത്താൻ ഉദ്ദേശിക്കുന്ന യാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ AICCയും KPCCയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തും കൊച്ചിയിലും വീട് വാടകയ്ക്കെടുത്തു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് മാക്സിമം ശ്രമിക്കുമെന്നതിലും യാതൊരു സംശയമില്ല. കേരളത്തിൽ മാത്രമേ മുന്നണി ഭരണത്തിലെത്തിയാൽ പാർട്ടിക്ക് മുഖ്യമന്ത്രിയെ ലഭിക്കുകയുള്ളൂ എന്നതും ഓർക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഭരണം വീണ്ടും നഷ്ടപ്പെടുത്തുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഡു ഓർ ഡൈ എന്നാണ് ഹൈക്കമാൻഡ് പ്രതിനിധിയായ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം. ഇതുവരെ സംസ്ഥാനത്തെത്തുന്ന AICC ജനറൽ സെക്രട്ടറിമാരെല്ലാം ഹോട്ടലുകളിലാണ് തങ്ങിയിരുന്നത്. അതുപോലെ വീരപ്പ മൊയ്ലി, ഗുലാം നബി ആസാദ്, മധുസൂദനൻ മിസ്ത്രി തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം സംസ്ഥാനത്തെത്തിയാൽ നിശ്ചയിച്ചിരുന്ന പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്തിരുന്നത്. അതേസമയം താരിഖ് അൻവറും മുകുൾ വാസ്നിക്കുമെല്ലാം കേരളം മൊത്തത്തിൽ യാത്ര നടത്തിയിട്ടുള്ളവരാണ്. പക്ഷെ അവർ പോലും പല ഘട്ടങ്ങളിലായി ഡൽഹിയിൽ നിന്നെത്തി 2-3 ഷെഡ്യൂളുകളിലായിട്ടായിരുന്നു പര്യടനം നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ വളരെ വ്യത്യസ്തമായി ഇവരിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന രീതിയിൽ സംസ്ഥാനത്ത് കൂടുതൽ ദിവസം നിൽക്കുകയും രണ്ടാം നിര നേതാക്കളോടടക്കം ആശയവിനിമയം നടത്തുകയുമാണ് ദീപാദാസ് മുൻഷി. തലസ്ഥാനത്ത് മാത്രം കേന്ദ്രീകരിക്കാതെ വിവിധ ജില്ലകളിലെ DCC നേതൃയോഗങ്ങളിലും മറ്റും പങ്കെടുക്കുന്നുമുണ്ട്. എന്തായാലും ഈ വട്ടത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് തൂക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്.